സിദ്ധൂട്ടൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഞാൻ വീട്ടിൽ നമുക്ക് എങ്ങനെ നെയ്യ് തയ്യാറാക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൊസൈറ്റിയിൽ നിന്നാണ് പാല് മേടിക്കുന്നത്. ഇത് സൊസൈറ്റി പാല് വന്നിട്ട് ഞങ്ങൾ സാധാരണ വൈകുന്നേരം 1 ലിറ്ററും രാവിലെ 1 ലിറ്ററുമാണ് മേടിക്കാറ് കേട്ടോ. നല്ല പാലായിരിക്കും. ഇവിടെ അടുത്തുള്ള കർഷകരൊക്കെ കൊടുക്കുന്ന പാല് തന്നെയാണ്. അപ്പോൾ ഇത് ഒന്ന് നല്ല തിളപ്പിച്ചിട്ട് വെക്കും. എന്നിട്ട് വൈകുന്നേരം ചായയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി പാൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കട്ടിയിൽ ആട വന്നിട്ടുണ്ടാവും. ആ ആട നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ എല്ലാ ദിവസത്തെയും ആട ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കണം. ഞാനിവിടെ ഒരു തൂക്കാത്രമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ ആട മാറ്റി വയ്ക്കുമ്പോൾ അതിൽ കുറച്ച് നമ്മുടെ സാധാരണ തൈരില്ലേ, മോര്, അതൊഴിച്ച് ഒരു 2 സ്പൂൺ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കണം. ഇനി പിന്നെ ആട മാത്രം വെച്ചാൽ മതി എല്ലാ ദിവസം. അങ്ങനെ ആ തൂക്കാത്രം ഒരു ഫുള്ളായപ്പോൾ അങ്ങനെയാണ് ഞാൻ നെയ്യ് എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായ ഒരു ദിവസത്തെയാണ്. അത് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട്, തണുത്ത വെള്ളമാണെങ്കിൽ വേഗം ആയി കിട്ടും, അല്ലെങ്കിലും സാധാ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിക്സിയിൽ ഒന്ന് കറക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല വെണ്ണ കിട്ടും കേട്ടോ, ബട്ടറായി. അപ്പോൾ അത് നമുക്ക് ബട്ടറായിട്ടും അങ്ങനെ യൂസ് ചെയ്യാം. അതിനുശേഷം ആ നെയ്യ് എല്ലാം എടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ഇത് മിക്സിയിൽ അടിക്കുമ്പോൾ നല്ല ഇതായിരിക്കും കേട്ടോ, വേഗം തന്നെ അത് പറ്റും. അതിൻ്റെ കളറ് ചേഞ്ച് ആവും, നമുക്ക് അറിയാൻ പറ്റും അത് ഇങ്ങനെ നെയ്യായി കഴിഞ്ഞാൽ, കണ്ടില്ലേ. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതിനെ കഴുകി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലത്തെ ആ മോരില്ലേ അത് മാറിക്കിട്ടും. നെയ്യ് മാത്രം, ബട്ടർ മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇത് ബട്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ബട്ടർ അങ്ങനെ യൂസ് ചെയ്യാറില്ല, നെയ്യാണ് അധികം ഉപയോഗിക്കാറ് കേട്ടോ. അങ്ങനെ സാധാരണ എല്ലാ ദിവസവും വിളക്ക് കൊളുത്താനും നെയ്യ് എണ്ണയാണ് യൂസ് ചെയ്യണത്. പിന്നെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനോ ബിരിയാണി ഉണ്ടാക്കാനോ പായസത്തിലേക്ക് എല്ലാത്തിലേക്കും ഞാൻ ഉണ്ടാക്കുന്ന നെയ്യ് എണ്ണയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് വെള്ളത്തിൽ നന്നായി വെള്ളത്തിൽ കഴുകിയെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ നെയ്യും ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഉരുക്കാനുള്ള പാത്രം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് ഇട്ട് വയ്ക്കുക. അങ്ങനെ എല്ലാതും ഞാനിതുപോലെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കഴുകിയ വെള്ളത്തിലില്ലേ ഈ മോരിൻ്റെ കുറച്ച് ഇതൊക്കെ കാണാം കേട്ടോ. അതിന് ഇതല്ലേ ഇപ്പോൾ അടിപൊളി ബട്ടർ മിൽക്കായി. ഇതിലേക്ക് നമുക്ക് സംഭാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഞാൻ നെയ്യ് ഉരുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ആവും. ലാസ്റ്റ് ഇങ്ങനെ പൊള്ളം വന്നിട്ട് നിറയെ പതയാവും കേട്ടോ. ഈ സമയത്ത് നമ്മൾ തീ നല്ലോണം സിമ്മ് താഴ്ത്തി വെക്കണം കേട്ടോ. അതിന് ശേഷം ഓഫാക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നെയ്യിൻ്റെ കളറാകെ കറുപ്പ് കളറായിട്ടുണ്ടാവും. ഇതും എൻ്റെ കറക്റ്റ് പാകം തന്നെയാണ്, എന്നാലും കുറച്ചൊന്നായിട്ടുണ്ട് എന്ന് മാത്രം. നിങ്ങളത് സൂക്ഷിച്ച് ആക്കിയാൽ മതി. അപ്പോൾ അത് വറ്റിയെന്ന് കണ്ടാൽ തന്നെ വേഗം ഓഫാക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ നെയ്യ് ആക്കി വെക്കണ എൻ്റെ പാത്രമാണത്. ഈ പാത്രത്തിലേക്ക് നമ്മൾ അരിപ്പ ഒഴിച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക കേട്ടോ. എന്തിനാ അരിപ്പ വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കക്കനില്ലേ, നമ്മൾ കക്കൻ എന്ന് പറയും, അതിൽ അടിഞ്ഞിരിക്കണ അത് പൊടി ഉണ്ടാവില്ലേ, അത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നല്ല നെയ്യ് കിട്ടുക കേട്ടോ. നല്ല മണമായിരിക്കും നെയ്യിന്. സിദ്ധുവിന് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചോറ് നെയ്യ് കൂട്ടിയിട്ടൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കണ നെയ്യ് തന്നെയല്ലേ ഏറ്റവും നല്ലത്, ഒന്നും ചേർക്കാത്തതൊക്കെ അല്ലേ. അപ്പോൾ ബാക്കി വരണ ബട്ടർ മിൽക്ക് നമുക്ക് സംഭാരമായിട്ടൊക്കെ കുടിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ നെയ്യ്? സൂപ്പറായിട്ടില്ലേ. ഇനി നമ്മളുടെ നെയ്യ് ഉണ്ടാക്കിയ പാത്രം കഴുകാനാണ് കേട്ടോ ഏറ്റവും പാട്. അതിന് അടിപൊളി 1 മിനിറ്റിൽ അതിൻ്റെ പണി കഴിയും കേട്ടോ. നമ്മൾ നല്ല ചൂട് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. 2 മിനിറ്റിൽ ആ പാത്രം ക്ലിയറായി കിട്ടും കേട്ടോ. ചൂടുവെള്ളം കണ്ടില്ലേ ഒഴിച്ചപ്പോൾ അതിലത്തെ ആ നെയ്യ് അങ്ങനെ ഉരുകി പോവും. അപ്പോൾ നമ്മൾക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഈസി ആവും കേട്ടോ. ഇപ്പോൾ നോക്കിക്കോ, ഞാൻ തുറന്ന് കാണിക്കാം. അവിടുത്തെ ആ നെയ്യ് ഉണ്ടായിരുന്നു, നേരത്തെ കണ്ട നെയ്യൊന്നുമില്ല കണ്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് പാത്രം തേക്കുന്ന സോപ്പ് ഇട്ടിട്ട് നമ്മൾ എന്താണ് സാധാരണ പാത്രം കഴുകണമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയായി കിട്ടും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സാധാരണ അത് ഈ കുറച്ച് ദിവസമായിട്ടാണ് ഞാനിത് ഈ ഐഡിയ കണ്ടുപിടിച്ചത്. അപ്പോൾ എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നി. നെയ്യ് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷേ അതിൽ പാത്രം കഴുകാൻ നല്ല ഒട്ടിപ്പിടിച്ചിട്ട് ഓയിലി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് തന്നെ ഈസി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി മുതൽക്ക് വീട്ടിൽ തന്നെ വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കി കളയണ ആടയല്ലേ അത് നമ്മൾ ഉപയോഗിച്ചിട്ട് നെയ്യ് ഉണ്ടാക്കണം. എല്ലാവരും വീട്ടിലുണ്ടാക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.